സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് ഷിറിയ പാലത്തിൻ്റെ മുകളിൽ നിന്നാണ്. ഇന്നത്തെ താറിങ് വർക്ക് ഇതാ ഇവിടെയാണ്. നമ്മുടെ ഷിറിയ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഇന്നത്തെ താറിങ് വർക്ക്. നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, ലോഡ് തട്ടി തുടങ്ങിയിട്ടുണ്ട്. സൂര്യനിതാ ഉദിച്ചു വരുന്നുണ്ട്. അനേകം കണ്ടൽ കാടുകൾ കൊണ്ട് സമൃദ്ധമായൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഷിറിയ പുഴ. ഇവിടെയൊക്കെ നല്ല ഇഷ്ടം പോലെ കണ്ടൽ കാടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടികൾ ഓരോന്നായിട്ട് ഇതേ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിലവിൽ ഒരു പേവർ മാത്രമേ ഇപ്പോൾ വലിച്ചു വരുന്നുള്ളൂ. നമ്മുടെ പേവർ ഇതാ ഇത്രത്തോളം തട്ടിയെത്തി. നമ്മുടെ രജി ചേട്ടൻ്റെ വണ്ടിയാണ് ഇപ്പോൾ തട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഷിറിയ പാലത്തിൻ്റെ അടുത്തുള്ള പരിപാടികൾ നല്ല തകൃതിയായി നടക്കുന്നുണ്ട്. നമ്മുടെ റോളർ വിട്ടന്മാർക്ക് അടി തുടങ്ങി കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ പേവർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ റോളറൊക്കെ ഇതാ ഇവിടെ നല്ല പിടുത്തം വിട്ട റോളിങ്ങിലാണ്. എല്ലാം അടിച്ച് പരത്തി ലെവലാക്കിക്കൊണ്ട് പോവാണ് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ പേവർ ഇവിടെ സെറ്റാക്കി തുടങ്ങി. താഴേക്ക് ഇതാ നമ്മുടെ ഗ്രേഡറുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേഡറിൻ്റെ പണിയെല്ലാം ഇവിടെ കഴിഞ്ഞു. ഇനി താറിങ് വർക്ക് മാത്രമേ നമുക്ക് ഇനി ചെയ്യാനുള്ളൂ. ഇതൊക്കെ ഇനി വേറെ സൈറ്റുകളിലേക്ക് പോകും കേട്ടോ. രണ്ടാമത്തെ പേവറിലോട്ടുള്ള ഫസ്റ്റ് ലോഡ് തട്ടി തുടങ്ങി. അപ്പോൾ പഴയ റോഡിൻ്റെ ലെവലിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പേവർ. ഇനിയിപ്പോൾ മിക്സിങ്ങനെ ഇതുവഴി വന്നുകൊണ്ടേയിരിക്കും. താറിങ്ങിൻ്റെ പവർ കാണിച്ചു തരാതെ അതിപ്പോൾ ചെയ്ത താറാണ്. അതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. നമ്മൾ അങ്ങനെ നമ്മുടെ ലോഡ് തട്ടി ഇപ്പോൾ രണ്ടാമത് ലോഡ് എടുത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ളത് വേറെ ടൈപ്പ് മിക്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത താറിങ് വർക്ക് ഇതാ ഇത്രത്തോളം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നമ്മുടെ ഷിറിയ പാലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. എന്നിട്ട് ആ പണി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ വണ്ടിയിൽ ലോഡ് തട്ടാൻ. നമ്മുടെ പേവറൊക്കെ ഇങ്ങോട്ട് വരണം. പിന്നെ ഇതുപോലെ ഒരുപാട് വണ്ടികൾ ഇവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. നമ്മുടെ പേവർ ഇതാ റോഡിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം തുടങ്ങാറായി. നമ്മുടെ റോളറൊക്കെ ഇതാ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എമഷൻ വണ്ടി വന്ന് മൊത്തം എമഷനൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പേവറും ഇതാ ഇവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഓരോ വണ്ടികളായിട്ട് വെച്ച് നമ്മുടെ സെക്കൻഡ് ലെയർ താറിങ് വലിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ നമ്മുടെ പേവർ പാലത്തിൻ്റെ അപ്പുറത്തുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. താറിങ് പരിപാടികൾ സ്റ്റാർട്ടായിട്ടുണ്ട്. മിക്സ് അങ്ങനെ കുഴച്ച് മറിച്ച് അങ്ങോട്ട് വരികയാണ്.
പേപ്പർ ഇതാ ഇവിടെ എത്തി കേട്ടോ. നമ്മുടെ വണ്ടി രണ്ടാമത്തെ പേപ്പറിലോട്ടാണ് വെച്ചത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പേപ്പറിൻ്റെ സെൻസറൊക്കെ ചെക്ക് ചെയ്യുകയാണ് കേട്ടോ. കറക്റ്റ് സെറ്റാക്കി വെക്കുകയാണ്. മൊത്തം പരിപാടി സ്റ്റാർട്ടായി കഴിഞ്ഞു. നമ്മുടെ ഓരോ വണ്ടികളായിട്ട് ഇതാ തട്ടി തട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള ചെറിയ പാലത്തിൻ്റെ വർക്കും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോഡ് തട്ടിക്കഴിഞ്ഞു. നമ്മൾ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇതാ ഓരോ വണ്ടികളായിട്ട് ലോഡ് തട്ടി തട്ടി പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും നല്ല പിടുത്തം വിട്ട പണിയിലാണ്. നമ്മുടെ ഉപ്പള പാലത്തിന്റെ മുകളിലായിട്ട് കൈവരികളുടെ വർക്ക് ഇതാ ഇവിടെ നടന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സൂപ്പർവൈസർ രാവിലെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുവഴി പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോഴേ നമ്മള് മോർത്താന പോകുന്ന വഴിതാ ഇവിടെയൊക്കെ വേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഹരിതസേന എടുത്തു കൊണ്ടുപോയി വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ വേസ്റ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വേസ്റ്റിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു ഇതാണ്. ഇതാ ഇവിടെയൊക്കെ മൊത്തം വേസ്റ്റാണ്. ഇതൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഒരാഴ്ച ഇല്ലെങ്കിൽ 2 ആഴ്ചയായുള്ളൂ വീണ്ടും വേസ്റ്റ് വന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പ്ലാന്റിലോട്ട് വെച്ച് പിടിക്കുകയാണ്. ഇനിയും ലോഡ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ 2 വണ്ടികൾ ഇപ്പോൾ ലോഡ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയി ലോഡ് എടുക്കണം. അപ്പോഴേ നമ്മൾ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി താർമിക്സ് ഇതാ ലോഡാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഓരോ വണ്ടി വെയിറ്റിങ്ങിലാണ്. നമ്മുടെ പരിപാടിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വരികയാണ്. ഇപ്പൊ ഷിറിയയുടെ പാലത്തിന്റെ മുകളിലുള്ള പണിയാണ് ഇപ്പൊ മെയിനായിട്ട് നടക്കുന്നത്, അതായത് താറിങ്ങിന്റെ വർക്ക്. അപ്പോൾ നമ്മുടെ ഷിറിയ പാലത്തിന്റെ വർക്ക് കൂടി കഴിഞ്ഞാൽ താറിങ് ഏതാണ്ട് കംപ്ലീറ്റ് ആയി വരികയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവർ, അതുപോലെ തന്നെ കാസർഗോഡ് ഫ്ലൈ ഓവർ. എന്തായാലും നമ്മുടെ വർക്ക് നല്ല സ്പീഡിൽ തന്നെയാണ് കേട്ടോ തീർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഡെയിലി ഒരുപാട് മിക്സാണ്, താർ മിക്സാണ് ഇപ്പൊ നമ്മുടെ 3 പ്ലാന്റിൽ നിന്ന് ഇങ്ങനെ സൈഡിലോട്ട് പോകുന്നത്. നമ്മുടെ അടുത്ത വണ്ടി ഇതാ ഫ്രണ്ടിലായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോഡുമായി സൈഡിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഷിറിയ പാലത്തിന്റെ മുകളിൽ കൂടെ നമ്മുടെ പേപ്പർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പാലത്തിന്റെ മുകളിൽ ടോപ്പ് ലെയർ താറിങ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അത് ചെയ്യാറായിട്ടില്ല. നമ്മളിപ്പോൾ സെക്കൻഡ് ലെയർ താറിങ്ങാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതാ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വലിച്ചു പോകണം. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഷിറിയ പുഴ ഇങ്ങനെ വെട്ടി തിളങ്ങുകയാണ്. ഇവിടെ കുറേ തോണിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു വ്യൂ തന്നെയാണ്. തൊട്ടടുത്തായിട്ട് ഇതാ നമ്മുടെ റെയിൽവേ പാലവും കാണാം. അപ്പോൾ നമ്മുടെ പേവർ മന്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷിറിയ പാലം ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. നമ്മുടെ പേവർ ഇതാ കടന്നുപോയി പാലത്തിൻ്റെ മറുകരയിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രജിലാട്ടൻ്റെ പേവറാണ് കേട്ടോ ഇത്. നമ്മുടെ ഷിറിയ പാലത്തിൽ നിന്നും ഈ പുഴയും അതേപോലെ തന്നെ ദൂരെ ഇരുത കടലൊക്കെ കാണാം. ആ കടലൊക്കെ കണ്ടിങ്ങനെ നിൽക്കാൻ പ്രത്യേക ഒരു രസമാണ്. റെയിൽവേ പാലത്തിൻ്റെ അടിയിൽ നിന്നായിട്ട് ഒരു ചേട്ടൻ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇതാ ദൂരെയായിട്ട് നമ്മുടെ വർക്കേഴ്സ് അവിടെ താറിങ്ങിൻ്റെ പരിപാടികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു വണ്ടി ഇതാ ലോഡുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സൂര്യനൊക്കെ ഇതാ അസ്തമിക്കാറായി വരുന്നുണ്ട്.
പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതാ വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പേവർ ഇങ്ങനെ വലിച്ചു പോകുന്നുണ്ട്. അതുപോലെ ഇതാ ഒരു വണ്ടി ലോഡ് തട്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയാണ് ലോഡ് തട്ടാൻ വേണ്ടി പോകുന്നത്. മുന്നിലായിട്ട് ഇതാ നേരെയായിട്ട് വണ്ടികളാണ് കേട്ടോ. സന്ധ്യ മയങ്ങുന്ന നേരം നമ്മുടെ ചെറിയ പാലത്തിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ ട്രെയിൻ പോകുന്നൊരു കാഴ്ച കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പേപ്പർ ഇതാ വലിച്ച് പോകുന്നുണ്ട്, ഒരു പേപ്പർ ബാക്കിൽ സെറ്റായി നിൽക്കുന്നുണ്ട്. നമുക്കിന്ന് നൈറ്റ് വർക്കുണ്ട് കേട്ടോ. കുറച്ച് ദൂരം നമ്മുടെ കാർ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ തട്ടി കുമ്പള ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ലോഡ് എടുക്കേണ്ട സ്ഥലം നായിക്കാപ്പ് പ്ലാന്റിൽ നിന്നാണ്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. സമയം ഏതാണ്ട് 6:30 ആയിട്ടുണ്ട്, 6:30. അപ്പോൾ നമുക്കിന്ന് നൈറ്റ് കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കണം. ഒരുപാട് ഏരിയ ടാർ ചെയ്യാനുണ്ട്.